ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. ഹയർസിനെ സംബന്ധിച്ച് വളരെ നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും കാണാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ്, അടിയൊഴുക്കുകളാണ്, അടിപിടികളാണ് ഹൈറിച്ചിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇവരുടെ നമ്മളൊക്കെ ഇങ്ങനെയൊരു സൊസൈറ്റി എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ സംശയിച്ച് പറഞ്ഞു തുടങ്ങിയിരുന്ന കാര്യത്തിലേക്ക് അവസാനം ആയിരക്കണക്കിന് നിക്ഷേപകരും എത്തിയിരിക്കുന്നു. അവരുടെയൊക്കെ അംഗത്വം എടുത്ത് അവർക്കൊക്കെ സഹായകമാവും എന്ന് കരുതിയ സൊസൈറ്റി അവരെ ചതിക്കുകയാണ് എന്ന് അവർക്ക് മനസ്സിലായിരിക്കണം. അതിൽ വലിയ ഒരു പ്രമുഖൻ പറയുന്നത്, പണം പോയവരുടെ രക്ഷയ്ക്ക് വേണ്ടി പണം പോയവരാണ് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ പണം ഉണ്ടാക്കിയവരല്ല പണം പോയവരെ സംരക്ഷിക്കേണ്ടത് എന്നാണ്. ഇവിടെ ഹൈറിച്ച് പൂട്ടിയപ്പോൾ രണ്ട് തരം ആൾക്കാരാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒന്നാമതായി തൊഴിൽ പോയവരും അട്ടകളെ പോലെ ചോര കുടിച്ച് തടിച്ച് കൊഴുത്ത തൊഴിൽ എടുത്തുകൊണ്ടിരുന്ന ആൾക്കാരെ പറ്റിച്ച് എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും ജീവിക്കുന്നവരുടെ കിടപ്പാടം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അവരെ പ്രലോഭിപ്പിച്ച് അവരുടെ കിടപ്പാടം പോലും നഷ്ടപ്പെടുത്തിയ, അവർ സ്വരുക്കൂട്ടി ബാങ്കിലിട്ട പണം അമിതമായ ലാഭമുണ്ടാക്കി കൊടുക്കാം, ഇരട്ടി ഉണ്ടാക്കാം, 10 ഇരട്ടി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കവർന്നെടുത്ത, അതിൻ്റെ 5% കമ്മീഷന് വേണ്ടി അവരെയൊക്കെ കടക്കെണിയിലാക്കിയ ആൾക്കാരെ ഒന്നാമതായി. പിന്നെ ഇതിൽ പെട്ടുപോയവർ, ഇവരുടെയൊക്കെ മോഹന വാഗ്ദാനങ്ങളിൽ വീണുപോയവർ, അങ്ങനെ 2 തരത്തിലുള്ള ആൾക്കാരാണ് ഹൈറിച്ച് പൂട്ടിയപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആൾക്കാർക്ക് അവർക്ക് ഇത് പൂട്ടിയെങ്കിലും അവർ അടുത്ത് തന്നെ 1-2 മാസം കൊണ്ട് തന്നെ അവർ അടുത്ത തട്ടിപ്പിലേക്ക് അവർ പോയി. അവിടെ നിന്ന് മറ്റൊരു തട്ടിപ്പിലേക്ക്, അങ്ങനെ തട്ടിപ്പ് ഇങ്ങനെ നീണ്ടു പോവുകയായിരുന്നു. ഈ കമ്പനി പൂട്ടി വെറും 4 മാസം കൊണ്ട് പ്രതാപൻ തന്നെ പുതിയ തട്ടിപ്പ് കമ്പനി HR ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ട് ജാർഖണ്ഡിൽ കൊണ്ടുപോയി തുടങ്ങാനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. അവനറിയാം, ഒരിക്കൽ പൂട്ടിക്കഴിഞ്ഞാൽ അത് പൂട്ടുന്നതാണ് നല്ലത്, അത് തുറന്നാൽ അതിനേക്കാൾ പ്രശ്നമാണ്, തുറക്കാൻ സാധിക്കില്ല എന്ന് അവനറിയാം. 10-15 കൊല്ലം കേസ് നടത്തി കളിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് വെറും 4 മാസം കൊണ്ട് അടുത്ത കമ്പനിയെക്കുറിച്ച് ചിന്തിക്കാനും, അത് ജാർഖണ്ഡിൽ കൊണ്ടുപോയിട്ട് കേരളത്തിൽ മാത്രമേ ബഡ്സ് ഉള്ളൂ, കേരളത്തിൽ ആയതുകൊണ്ടാണ് പോലീസ് പൂട്ടിയത്, മറ്റ് സംസ്ഥാനങ്ങളിൽ ആണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, നമ്മുടെ അഴിമതി കൈക്കൂലി കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങനെ തന്നെ ഒരു പ്രചാരണം പോലും നടത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിന് പുറത്ത് ഒരു പ്രശ്നവുമില്ല, കേരളത്തിലായതുകൊണ്ടാണ് ഞമ്മൻ്റെ കമ്പനി പൂട്ടിപ്പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവർ ആരോപിക്കുന്നത്, ഹൈറിച്ചിൽ പണം പോയവർ ആരോപിക്കുന്നത്, ഏതാണ്ട് 32 ലക്ഷം 16,000 പേരാണ് പോലും ഇവരുടെ 200 രൂപയുടെ അംഗത്വം എടുത്തിരിക്കുന്നത്. 16,000 പേരാണെന്ന് പറഞ്ഞത്. 16 ലക്ഷം എന്ന് പറയുമെങ്കിൽ കൂടി 16,000 പേരാണ് അംഗത്വം എടുത്തിരിക്കുന്നത് എന്നാണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ 16,000 പേരിൽ നിന്ന് 200 രൂപ വെച്ച് 32 ലക്ഷം രൂപ ഹൈറിച്ചിൻ്റെ തൊഴിൽ നഷ്ടപ്പെട്ട ലീഡർമാർ ഉണ്ടാക്കിയ സൊസൈറ്റി പണമുണ്ടാക്കി, എന്നിട്ട് ആരെയും സഹായിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിൽ നിന്ന് 4 ലക്ഷം എടുത്ത് കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി
അത് പ്രതാപന് കൊണ്ട് കൊടുത്തു എന്നൊക്കെയാണ്. എന്താണല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറുക്കനും നായിയൊക്കെ കോഴിയുള്ള സ്ഥലത്തേക്ക് കോഴിക്കൂട്ടിലേക്കൊക്കെ വരുവാണ്, അല്ലെങ്കിൽ കോഴിയിലെ വീട്ടിലേക്കൊക്കെ വരുവാണ്. ഇത് ശരിക്ക് എന്നെ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കോഴി കുറുക്കൻ്റെ മാളം തേടിയിട്ട് പോകുന്ന അവസ്ഥയാണ് ഈ ഹൈറിച്ചിലുള്ളത്. ഇവർക്ക് എത്ര കണ്ടാലും കൊണ്ടാലും അനുഭവം ഉണ്ടായാലും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർ പണം പോയവർ പിന്നെയും പിരിച്ച് ബിനാമി സ്വത്തുക്കൾ ഉണ്ടാക്കി, 2 നില വീടുണ്ടാക്കി, 4 കാറുണ്ടാക്കി, അത് കോടികളുടെ വിലയുള്ള കാറുണ്ടാക്കി, പിന്നെ ഡ്രൈവർമാരുമായിട്ടും അല്ലെങ്കിൽ വീട്ടുവേലക്കാരിയും അങ്ങനെയുള്ള എല്ലാ സുഖത്തിലും ജീവിക്കുന്നവർക്ക് അങ്ങോട്ട് പണം കൊണ്ട് കൊടുത്തിരിക്കുന്നു. എന്താണല്ലോ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ മാത്രം സംഭവിക്കുന്നുണ്ട്. ഭയങ്കര ഭാഗ്യവന്മാരാണ് ശ്രീനാഥ് പ്രതാപനൊക്കെ. ഇത്രയും മണ്ടന്മാരായ ആൾക്കാരെ ഉണ്ടാകുമ്പോൾ എന്താ വേണ്ടല്ലേ. അപ്പോൾ അവരൊക്കെ എന്താണ് അവരുടെ റേഞ്ച്, ഭാഗ്യത്തിൻ്റെ റേഞ്ച് എന്നാണ് വിചാരിക്കേണ്ടത്. ഇങ്ങനെയും മണ്ടന്മാർ പറ്റിക്കപ്പെട്ടവരാണ് പിന്നെയും പണം കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ അതൊക്കെ പോട്ടെ, അവർ സൊസൈറ്റി ഉണ്ടാക്കുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തുന്നു, പുതിയ സൊസൈറ്റിക്കാരെ ചീത്ത വിളിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. അവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടകളാണ്. അപ്പോൾ ഇനി ചോര കിട്ടൂല എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക വിഭ്രാന്തിയിൽ നിന്നാണ് ഈ ചീത്തകളൊക്കെ വിളിക്കപ്പെടുന്നത്. അപ്പോൾ പറയാൻ വന്നത് അതൊന്നുമല്ല, നമ്മുടെ കേസിൻ്റെ കാര്യമാണ്. അപ്പോൾ 25-ാം തീയതി മാറ്റിവെച്ച കേസ് നമ്മുടെ 1-ാം തീയതി ഏപ്രിൽ ഫൂളിൻ്റെ അന്ന് ഈ കേസിൽ കമ്പനിയുടെ വാദം അവസാനിക്കുമെന്നും അടുത്ത സിറ്റിങ്ങിൽ വിധി ഉണ്ടാവുമെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ നമ്മൾ പണ്ടും കണ്ടതുപോലെ തന്നെ അവസാന നിമിഷമാവുമ്പോൾ ലിസ്റ്റിൽ വരാതിരിക്കുക, ഡേറ്റ് മാറ്റുക എന്നുള്ള കാര്യം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ കഴിവുള്ളവരാണ് ഈ കമ്പനിയുടെ ആൾക്കാർ, അല്ലെങ്കിൽ ഈ കമ്പനി കേസ് ഏൽപ്പിച്ചിരിക്കുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ, എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിക്കാനും കേസ് നീട്ടിക്കൊണ്ടുപോകാനും കഴിവുള്ളവരാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണ് നാളെ നടക്കേണ്ടുന്ന കേസ് 2 മാസം ഇനി കോടതി വെക്കേഷന് ശേഷമാണ് ഈ കേസ് പരിഗണിക്കുക. വെക്കേഷന് ശേഷം അന്നും പരിഗണിക്കില്ല. ഇനി ആ ദിവസമാകുമ്പോഴേക്കും 1-2 ആഴ്ച പിന്നെയും നീട്ടും. അപ്പോൾ ജൂൺ 31-ാം തീയതി, അത് ഞായറാഴ്ചയാണ്, 30-ാം തീയതി ശനിയാഴ്ചയാണ്, 29-ാം തീയതി ഒരുപക്ഷെ ലിസ്റ്റിൽ 1-ാം തീയതി ലിസ്റ്റിൽ അത് കാണില്ല. അപ്പോൾ ഇങ്ങനെ നീണ്ട് കേസ് പോവുകയാണ്. ഹൈറിച്ചിൻ്റെ വക്കീലന്മാർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എതിർകക്ഷികളോട് പറഞ്ഞിരിക്കുന്നത് 4 വർഷം ഞങ്ങൾ നിങ്ങളെ നടത്തിക്കുമെന്നാണ്. അത് തന്നെ സംഭവിക്കാൻ പോകുന്നു എന്ന് വേണം ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാവേണ്ടത്. അപ്പോൾ എന്തായാലും വളരെ സങ്കടം ഉണ്ടാവും. ഇവർ ഇങ്ങനെ കേസ് നീട്ടി കൊണ്ടുപോകുന്നതിൽ നമുക്കറിയാം, ഈ മെറിറ്റിൽ വാദമെന്നും ഇവരൊന്നും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. ചില ഗ്രൂപ്പുകളിൽ നിന്ന് മെറിറ്റിൽ വാദം നടക്കണമെന്ന് ഉള്ള ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടായപ്പോഴാണ് മെറിറ്റിൽ വാദം അതിന് റെഡിയായിരുന്നത്. അത് കോടതിയാണ് മുന്നോട്ട് വന്ന് ഇനി മെറിറ്റിൽ വാദിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി,
ഇനി ഞാൻ മറ്റൊന്നും പരിഗണിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മെറിറ്റിൽ വാദിച്ചിരിക്കുന്നത്. അത് തന്നെ 1 മണിക്കൂർ 2 മണിക്കൂർ വാദിച്ചിട്ടും കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെ പല പല അബദ്ധങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഏത് രീതിയിൽ ഈ കേസ് അവസാനിപ്പിക്കണം, വാദം അവസാനിപ്പിക്കണം എന്ന ഇനിയും തന്നെ ഒരു കൺക്ലൂഷൻസ് അല്ലെങ്കിൽ പോയിൻറ്റ്സ് ഇവർ എത്തിപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം മീറ്റിംഗ് അതിനൊക്കെ വേണ്ടിയാണ് വച്ചിരുന്നത്. അതുകൊണ്ട് 2 മാസം ഇവർ സമയം എടുത്തിരിക്കുന്നു എന്ന് വേണം ഈ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇവർ 2 മാസം കേസ് നീട്ടിക്കൊണ്ടുപോയി ഇവർക്ക് എന്തെങ്കിലും ഇവർക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിലാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ചില മെസ്സേജുകളൊക്കെ കാണാനിടയായി. ഇത് വേറെ ആരോ ഉളുപ്പുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയരുത്, ഇതൊക്കെ നിങ്ങൾ തന്നെയാണ് നടത്തുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. മറ്റുള്ളവർക്കൊന്നും യാതൊരു റോളും ഈ കേസ് നീട്ടിവെപ്പിക്കുന്നതിലോ കേസ് മാറ്റിവെക്കുന്നതിലോ ഒന്നുമില്ല. അതൊക്കെ കക്ഷികൾ പരാതി കൊടുത്തവർക്കാണ് അതിൻ്റെയൊക്കെ റൈറ്റ്സ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും സാമാന്യ ബുദ്ധിമതി എന്ന് പറയാണ്. ഇപ്പം എന്തായാലും നാളെ കേസ് ഉണ്ടാവില്ല. ജൂൺ 1-ാം തീയതിക്ക് ശേഷം മാത്രമാണ് കേസ് ഇനി ഉണ്ടാവാൻ സാധ്യത. മറ്റൊന്നും പറയാനില്ല. ബൈ.